അങ്ങനെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്ത് എല്ലാ സ്ഥലത്തും ഗാർമെന്റ് ഇൻഡസ്ട്രി ആയാലും മെഡിക്കൽ ഇൻഡസ്ട്രി ആയാലും നിങ്ങളെ കൊണ്ടാവുന്ന എല്ലാം നിങ്ങൾ ചെയ്ത് കാണിച്ചു. ഇന്നിപ്പോ ഈ ബിസിനസ്സിൽ നിങ്ങൾ സ്വന്തമായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും കാലമായി 2 വർഷമായി. ഈ 2 വർഷത്തിൽ എത്രത്തോളം നിങ്ങൾ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ? സ്വന്തം ബിസിനസ് പറഞ്ഞാൽ ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് ബോംബെയിൽ സ്വന്തം ഒരു വീടായി. നമുക്ക് ഒരു 1 ബെഡ്റൂം ഹോൾ കിച്ചൻ്റെ ഒരു 15 ലക്ഷം വിലയുള്ള ഒരു ഫ്ലാറ്റായി. പിന്നെ ഇപ്പം 2 വീലേഴ്സ് ഉണ്ട്, പിന്നെ ബാങ്ക് ബാലൻസ്, പിന്നെ ഇപ്പം ബോംബെയിൽ സ്വന്തമായിട്ടൊരു ഓഫീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ തുർബയിൽ അവിടെ ഇവിടെ അന്തേരിയിൽ ചെറിയ ഗോഡൗൺസ് വെച്ചിട്ടുണ്ട്. 5 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. 2 എഞ്ചിനീയേഴ്സ് 3 ഹെൽപ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. 5 പേര് അവർക്ക് ഒരു ലൈഫ് കൊടുത്ത് അവർക്ക് വർക്ക് ചെയ്ത് നമ്മൾ ചെയ്യുന്നു. അതെ അതെ. പിന്നീട് നമ്മുടെ ലീഡിങ് ഡോക്ടേഴ്സ് 1200 ചെസ്റ്റ് ഫിസിഷ്യനും കാർഡിയോളജിസ്റ്റ് ഡോക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിക്കലിന്റെ ഏതൊരു എക്യുപ്മെന്റ്സും റിപ്പയറിംഗും കാര്യങ്ങളും ഞാൻ സ്വയം പോയി ചെയ്യും. പിന്നെ നിങ്ങൾ പറയുന്ന ഇടയ്ക്ക് നിങ്ങൾ പറയേണ്ടത് ഡോംബിവലിയിലാണ് മലയാളി അസോസിയേഷൻ ഏഷ്യയിൽ ഭയങ്കര എത്ര മെമ്പേഴ്സ് ഉണ്ട്? മെമ്പേഴ്സ് മലയാളി കേരള സമാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സമാജം, ഒരു 10-60 വർഷമായ സമാജമാണ് കേരളീയ സമാജം. അതെ ഓൾഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മലയാളി ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ ഡോംബിലിൽ സ്റ്റേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 100 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 60 പേര് മലയാളികളായിരിക്കും. ഇവിടെ നമ്മുടെ ഇപ്പം നാട്ടിൽ നിന്നൊക്കെ മിക്കവാറും ആർട്ടിസ്റ്റുകൾ എല്ലാവരും വരാറുണ്ട്. പിന്നെ ജയറാമേട്ടനൊക്കെ വരാറുണ്ട്, ജയറാമേട്ടനോ കലാഭവൻ മണി, പിന്നെ നാദിർഷാ, ഇവരൊക്കെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വരാറുണ്ട്. ജഗതിയേട്ടൻ എല്ലാവരും ഇവിടെ വരാറുണ്ട്. ഞങ്ങളൊക്കെ പോകും. ഇവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം വന്നുകൊണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുമല്ലോ. ഇവിടെ ഇതിൽ വിജയൻ ജുവലേഴ്സ് വളരെ ഫേമസ് ആണ് ഡോംബിലിൽ. വിജയൻ ജുവലേഴ്സ് അവർ നമ്മളെ ഇൻഫോം ചെയ്യും ഇന്ന ആൾ വരുന്നുണ്ടെന്ന്. പിന്നെ ഗുഡ്വിൻ ജുവലേഴ്സ് ഇവരൊക്കെ ഇൻഫോം ചെയ്യും. അപ്പം കല്യാണിൽ എവിടെ ആണെങ്കിലും നമ്മൾ ഉടനെ സഹകരിക്കും. സഹകരിച്ചു നമുക്ക് ഭയങ്കര ഷോക്കാണ് അതിൻ്റെയൊക്കെ. അവിടെ പിന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ ആസ് ഓൺടർപ്രണർ ഇപ്പോൾ ഇത്രയും പേർക്ക് ജോലിയും കൊടുത്തപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിസിനസ് ജീവിതത്തിൽ നിങ്ങൾ ഏതാണ് പ്രിൻസിപ്പളായിട്ട് ഫോളോ ചെയ്യുന്നത്? പ്രിൻസിപ്പളായിട്ട് ഞാൻ മെയിൻ ഫോളോ അപ്പ് ചെയ്യുന്നതെന്നുള്ള സർവീസാണ്. ഇപ്പോൾ സർവീസ് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് എനിക്കൊരു ഫോൺ ഇപ്പോൾ പൻവേലിൽ നിന്നൊരു ഫോൺ വരുവാണ്, മിസ്റ്റർ നായർ നിങ്ങളുടെ കയ്യിൽ വെന്റിലേറ്റർ ഉണ്ടോ? പെട്ടെന്നൊരു പേഷ്യൻറ്റ് വെന്റിലേറ്റർ വെക്കുകയാണ്. അപ്പം ഞാൻ കഴിയുന്നത് പെട്ടെന്ന് ആ മെഷീൻ അറേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് നേരെ പോവുകയാണ്. 25 കിലോമീറ്റർ ദൂരമാണ്. എടുക്കുക, നേരെ ബൈക്കിൽ വെക്കുക, മെഷീൻ വെക്കുക, ഫിറ്റ് ചെയ്യുക, ഹെൽമെറ്റ് വെക്കുക, പോവുക. ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഡോക്ടർമാരെല്ലാം പഠിപ്പിക്കും. പിന്നെ മെഷീൻ ഇങ്ങനെ കാര്യങ്ങളാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. പേഷ്യൻറ്റിനെ പെട്ടെന്ന് നമ്മൾ സ്റ്റേബിൾ ചെയ്യും, റിക്കവർ ചെയ്യിപ്പിക്കും. റിക്കവർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഡോക്ടേഴ്സിനും അപ്പോൾ ഏതൊരു ഡോക്ടറാണെങ്കിലും അവർ നല്ല പഠിത്തം പേരുണ്ട്. അപ്പോൾ അവർ പറയും എല്ലാം ഓക്കെ, ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് പറയും. പക്ഷേ നമ്മളൊരു 1-2 മണിക്കൂർ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴാണ് ഡോക്ടർ വീണ്ടും ഫോൺ വരുന്നത്, നന്ദു അത് മനസ്സിലാവുന്നില്ല, ഒന്ന് ചേഞ്ച് ചെയ്യണം, വേരിയേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ സ്ഥലത്ത് ഞാൻ വിശ്വസിക്കുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ തിരിച്ചു പോകില്ല. 25 കിലോമീറ്റർ വീണ്ടും പോയി വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കിലോമീറ്റർ വരും, ഞാൻ വീണ്ടും പോകും. ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു പേഷ്യൻ്റ് ഡോക്ടറിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. പെട്ടെന്ന് രാത്രി 2:30 മണിക്ക് ഫോൺ വന്നു എനിക്ക്. ഞാൻ പോയി ഇവിടുന്ന് പൻവേലിൽ പോയി ഡോക്ടേഷൻ വർക്ക് സമയം ഇപ്പം തന്നെ ഇവിടെ ഇരിക്കുകയാണ്. പെട്ടെന്നൊരു ഫോൺ വരിക, നാസിക്കിലേക്ക് ഫോൺ വരിക, നന്ദു ഇതിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഉടനെ എടുക്കുക, നാസിക്കിലേക്ക് പോവുക. എക്യുപ്മെൻറ്റ്സ് ഇത് തന്നെ വെന്റിലേറ്റർ, ബൈപാപ്പ് മെഷീൻ എന്ന് പറയും, റെസ്പിറേറ്ററി പേഷ്യൻ്റ് അവിടെ ഇപ്പം കൂടുതലും. പിന്നെ ഓക്സിജൻ സിലിണ്ടർ യൂസ് ചെയ്യുന്നതിൻ്റെ സ്ഥലത്ത് നമ്മുടെ കയ്യിൽ കൺസെൻട്രേറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് സിലിണ്ടറിനകത്ത് നമ്മൾ ഗ്യാസ് നിറച്ച് വെച്ചിട്ട് പേഷ്യൻറ്റിന് ബയോമെഡിക്കൽ ഗ്യാസ് അത് പേഷ്യൻറ്റിന് കൊടുക്കുക ചെയ്യുന്നത്. തീർന്നു കഴിയുമ്പോൾ വീണ്ടും റിഫിൽ ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ കയ്യിൽ കൺസെൻട്രേറ്റർ ഉള്ളതിനായിട്ട് നോ നീഡ് ടു റിഫില്ലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ 21% ഓക്സിജനെ വലിച്ചിട്ട് മെഷീൻ സ്വയം വലിച്ചിട്ട് അത് 95% ഓക്സിജൻ ആക്കിയിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് പേഷ്യൻറ്റിന് കൊടുക്കും. അതെ. അപ്പോൾ അത് 24 മണിക്കൂറും പേഷ്യൻറ്റിന് ഓക്സിജൻ ചാലുമായിരിക്കും. സോ ഇത്രയും നേരം ബിസിനസ് കാര്യങ്ങളും നിങ്ങളുടെ ആ ടാലന്റിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ദെൻ കമ്മിങ് ടു യുവർ പേഴ്സണൽ ലൈഫ്, കല്യാണം കഴിഞ്ഞ് എത്ര കൊല്ലങ്ങളായി എന്നാ പറഞ്ഞു? കല്യാണം കഴിഞ്ഞ് 96-ലാണ് കല്യാണം കഴിഞ്ഞത്. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു 14 വർഷം നടക്കുക. എത്ര കുട്ടികളുണ്ട്? കുട്ടികൾ ഇപ്പോൾ 6 വയസ്സുള്ള ഒരു മകനുണ്ട്. 6 വയസ്സുള്ള ഒരു മകനുണ്ട്. എന്താ പേര്? രോഹിത്. എന്താ ചെയ്യുന്നത്? പുള്ളിക്കാരൻ ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകും. സീനിയർ KG ജയിച്ചപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകും. ഇപ്പൊ ഈ ബിസിനസ് ജീവിതത്തിൽ എപ്പോഴും ഈ എന്താ പറയുക ഈ നെട്ടോട്ടം ഓടി നടക്കുന്ന ആൾക്കാർ കാണാറുണ്ട്. ഈ ഫാമിലിനെ മിസ് ചെയ്യും അവര്, ബിക്കോസ് അവർക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല. they will sacrifice the family. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ വരാൻ കൊടുക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എവിടെ ജോലിയിലും വർക്കിലും എവിടെ ആണെന്നുണ്ടെങ്കിലും ഒരു ചിന്ത കാണും. കാരണം പെട്ടെന്ന് അമ്മയുടെ ഒരു മനസ്സിൽ വരും. പിന്നീട് മിസ്സസ് ഇതുപോലെ വർക്കിന് പോകുന്നുണ്ട്. ഇപ്പം ഗർഭിണിയാണ്. അതിൻ്റെ പേരിൽ ഇപ്പം ലീവിലാണ്. പുള്ളിക്കാരി CHL വർക്ക് ചെയ്യുന്നത്, കസ്റ്റം ഹൗസ് ഏജൻറ്റിൽ ചെയ്യുന്നത്.
അപ്പം മോനെ അമ്മയാണ് നോക്കുന്നത്. അപ്പം ഞങ്ങൾ അവൻ ജനിച്ചു കഴിഞ്ഞാൽ ശരി അന്ന് മുതൽ ഇന്ന് വരെ അമ്മ നോക്കുന്നതിന്. അമ്മയാണ് എല്ലാത്തിനും. നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് എല്ലാം. ഓ മദേഴ്സ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിന് തുല്യ. ഇന്ന് അമ്മയില്ലെന്നുണ്ടെങ്കിൽ നമ്മളില്ല. ഓ അത് ഇപ്പം അതിൻ്റെ പേരിൽ ഞാനിപ്പം അമ്മയ്ക്ക് ബ്ലഡ് പ്രഷറിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും മരുന്നും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് ചെയ്യും. പിന്നെ ഇതുപോലെ എനിക്ക് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ചാൻസ് വന്നതാണ് ഇടയ്ക്ക് വെച്ച്. എക്യുപ്മെൻസിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് അവിടെ ഒരു കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ വരും നമുക്ക് അവിടെ എല്ലാം ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് അങ്ങനെയുള്ള പൈസ ഒന്നും വേണ്ട. കാരണം അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ കുഞ്ഞിനെ വിട്ടിട്ടുള്ള ഒരു ജീവിതമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ അച്ഛനില്ലാതൊക്കെ ജനിച്ച് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ജീവിതങ്ങൾ ജീവിച്ച് പല ആക്സിഡൻറ്റുകളായാലും പല ഇതിലൊക്കെ രക്ഷപ്പെട്ട് വന്ന് ജീവിച്ചത്. അപ്പോൾ നമുക്ക് ആ ജീവിതത്തോടുള്ള അങ്ങനെ ഒന്നുമില്ല. ജീവിക്കുന്ന കാലം ഇനി ദൈവം അനുകരിച്ച് നന്നായിട്ട് ജീവിക്കാം. തീർച്ചയായിട്ടും നിങ്ങളെ മാതിരി തന്നെ ഈ യങ് ഓൺടർപ്രണറെ മാതിരി തന്നെ ഒത്തിരി പേര് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഷർ ഞാൻ നാളെ ബിസിനസ് തുടങ്ങാം, അല്ല ഇന്ന് തന്നെ ബിസിനസ് തുടങ്ങാം. നന്ദു നായർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേട്ടു. അദ്ദേഹം ജീവിതത്തിൽ പല രീതിയിലും ബുദ്ധിമുട്ടുകളും നല്ലതും അതൊക്കെ കണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് നമുക്കും ഒരു ജീവിതത്തിൽ ഒരു ബിസിനസ് തുടങ്ങാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ അവർ എന്താ മനസ്സിൽ കരുതേണ്ട എന്നുള്ള ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ നിന്ന് ഇതാണ്, ഒരു ചെയ്യാനുള്ള ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ കൃത്യനിഷ്ഠയായിട്ട് ചെയ്യണം. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു ഇപ്പോൾ എക്യുപ്മെൻസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ സർവീസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ പറഞ്ഞ സമയത്തിന് കൊടുക്കുക. പിന്നെ മാർക്കറ്റിൽ നമ്മൾ എന്തെങ്കിലും സാധനം കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പിന്നെ അവർക്ക് പിടിക്കാവുന്ന രീതിയിൽ ഒരു റേറ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഇത് വേണം. അല്ലാതെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനൊന്നും ആവാൻ പോകുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധനം വിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ പൈസ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ സർവീസ് കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർവീസ് മെയിനാണ്. പിന്നീട് ആൾക്കാരുമായിട്ടുള്ള സഹകരണം. എന്തായിരുന്നാലും ഇത്രയും ഈ ചൂടത്ത് ഹോട്ട് ഇന്റർവ്യൂ ആക്ച്വലി. എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് യുവർ ടൈം വിത്ത് us. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് മാഡം. ഈ പ്രോഗ്രാം കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സാഗർ ക്രിട്ടിക്കൽ കെയറിൻ്റെയും എൻ്റെ നന്ദകുമാർ പേഴ്സണൽ നന്ദി, നമസ്കാരം. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോകസഭാ സ്പീക്കർ ആരായിരുന്നു? ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോകസഭാ സ്പീക്കർ ആരായിരുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നവർക്ക് ആകർഷമായ സമ്മാനങ്ങൾ കാത്തിരിക്കുകയാണ്. ഉടനെ തന്നെ മൊബൈൽ എടുക്കുക, ഈ നമ്പറിലേക്ക് ഡയൽ ചെയ്യുക. ഡയൽ ചെയ്യേണ്ട നമ്പർ 0484231778 അല്ലെങ്കിൽ 83. നമ്പർ ഒരിക്കൽ കൂടി 0484231778 or 83. Anyways, I'll meet you all in the next fantastic episode. Until then, it's me signing off. Bye-bye.